ഹലോ, വെൽക്കം ടു ഈസി ക്ലാസ് ബൈ മൂസിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ എടുക്കാൻ പോകുന്നത് ഫസ്റ്റ് സെമസ്റ്ററിലെ BA എക്കണോമിക്സിലെ മേജർ സബ്ജക്റ്റായ പ്രിൻസിപ്പിൾസ് ഓഫ് എക്കണോമിക്സ് ആണ്. അപ്പോൾ ഞാൻ ഓൾറെഡി 2 പോർഷൻസ്, അതായത് 2 പാർട്ട് ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിരിക്കണം കേട്ടോ. നിങ്ങൾ അത് ആദ്യം പോയി കണ്ടാൽ മാത്രമേ ഞാൻ ഇന്ന് പറയാൻ പോണ കാര്യം നിങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടുള്ളൂ കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഇന്ന് എടുക്കാൻ പോകുന്ന ഈ 10 പ്രിൻസിപ്പിൾസ് ഓഫ് എക്കണോമിക്സ് എന്ന് പറഞ്ഞത് നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് മാത്രമല്ല, MG യൂണിവേഴ്സിറ്റിക്കും ഇതേ സെയിം മൊഡ്യൂൾ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്കും ഇത് ചിലപ്പോൾ യൂസ്ഫുൾ ആയിരിക്കും. ഇനി നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. ഇപ്പോൾ നമ്മൾ 10 പ്രിൻസിപ്പിൾ ഓഫ് എക്കണോമിക്സിൽ 4 പ്രിൻസിപ്പിൾ എന്താണ് നമ്മൾ നോക്കിയല്ലേ. ഇനി നമുക്ക് 5ാമത്തെ പ്രിൻസിപ്പിൾ എന്താ നോക്കാം. അതായത് ഹൗ പീപ്പിൾ ഇൻട്രാക്ട്. ആ ഒരു ടോപ്പിക്കിൽ നിന്നാണ് 3 പ്രിൻസിപ്പിൾ ഉള്ളത്. അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം കേട്ടോ. ഇനി നമുക്ക് 2ാമത്തെ ടോപ്പിക്ക് നോക്കാം. ഹൗ പീപ്പിൾ ഇൻട്രാക്ട്. അപ്പോൾ ആളുകൾ എങ്ങനെ ഇടപഴകുന്നു. ആസ് വി ലിവ് ഇൻ എ സൊസൈറ്റി, നമ്മളൊരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ മെനി ഓഫ് അവർ ഡിസിഷൻസ് അഫക്റ്റ് നോട്ട് ഓൺലി അവർ സെൽഫ് ബട്ട് അതർ പീപ്പിൾ ആസ് വെൽ. അതായത് ഒരു തീരുമാനം നമ്മൾ എടുക്കുമ്പോൾ അത് നമ്മളെ മാത്രമല്ല എഫക്റ്റ് ചെയ്യുന്നത്, അതെല്ലാവരും എഫക്റ്റ് ചെയ്യും. ബിക്കോസ് ദ ബിഹേവിയർ ഓഫ് ദ എക്കണോമി റിഫ്ലക്ട് ദ ഇൻട്രാക്ഷൻസ് ഓഫ് ദ ഇൻഡിവിജ്വൽസ് ലിവ് ഇൻ ദ സൊസൈറ്റി. അതായത് നമ്മളുടെ ആ ഒരു ബിഹേവിയർ എക്കണോമിയിൽ നമ്മൾ റിഫ്ലക്റ്റ് ചെയ്ത് കാണിക്കുമ്പോൾ ആ ഒരു ഇൻട്രാക്ഷൻസൊക്കെ ആ ഒരു ഇൻഡിവിജ്വൽക്ക് വരുന്ന പ്രശ്നം എന്താ ചോദിച്ചാൽ എല്ലാവരും ബാധിക്കില്ല. ആ എക്കോണമിയിൽ തന്നെ നമ്മുടെ ആ ഒരു ബിഹേവിയർ ബാധിക്കും. അതായത് ഒരാൾ ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരാളാണ്, ഇപ്പോൾ നമ്മുടെ കേന്ദ്രത്തിൻ്റെ ബഡ്ജറ്റ് തന്നെ നോക്ക്, ആ റൈറ്റ് ഇങ്ങനെ കൂട്ടി കൊണ്ടുവരാണല്ലേ. അത് ഒരാൾ എടുത്തൊരു തീരുമാനം, ഒരു ഇൻഡിവിജ്വൽ എടുത്ത ഒരു ഇൻട്രാക്ഷനാണ്, ഒരു തീരുമാനമാണ്. പക്ഷെ അത് എല്ലാവരും എഫക്റ്റ് ചെയ്തല്ലേ, എല്ലാവർക്കും ബുദ്ധിമുട്ടായില്ലേ റൈറ്റൊക്കെ കൂട്ടിയപ്പം. ആ ഒരു ഇൻട്രാക്ഷനും കാര്യങ്ങളൊക്കെ ആണ് കേട്ടോ ഇവിടെ പറയുന്നത്. ഹൗ പീപ്പിൾ ഇൻട്രാക്ട്, ആളുകൾ എങ്ങനെ ഇടപഴകുന്നു എന്ന കാറ്റഗറിയിൽ 3 പ്രിൻസിപ്പിൾസ് ആണ് മെയിനായി കണ്ടിരുന്നത്. അത് ഏതൊക്കെ നോക്കാം. ട്രേഡ് ക്യാൻ മേക്ക് എവരി വൺ ബെറ്റർ ഓഫ്. അടുത്തത് മാർക്കറ്റ് ആർ യൂഷ്വലി എ ഗുഡ് വേ ടു ഓർഗനൈസ് എക്കണോമിക് ആക്ടിവിറ്റീസ്. പിന്നെ അടുത്തത് ഗവൺമെൻറ്റ്സ് ക്യാൻ സംടൈംസ് ഇംപ്രൂവ് മാർക്കറ്റ് ഔട്ട്കംസ്. അപ്പോൾ ഈ 3 ടോപ്പിക്സാണ് നമ്മളിന്ന് നോക്കുന്നത്. ഇനി നമുക്ക് എല്ലാം വിശദമായി നോക്കാം. ഇനി 5ാമത്തെ പ്രിൻസിപ്പിളാണ് ട്രേഡ് ക്യാൻ മേക്ക് എവരി വൺ ബെറ്റർ ഓഫ്. അപ്പോൾ വ്യാപാരം എല്ലാവരും മികച്ചതാക്കും. ട്രേഡ് ക്യാൻ മേക്ക് എവരി വൺ ബെറ്റർ ഓഫ്. ഇൻ അതർ വേർഡ്സ്, ട്രേഡ് പ്രൊവൈഡ് ബെനിഫിറ്റ് ടു ബോത്ത് ദ പാർട്ടീസ് ഓർ ബോത്ത് ദ കൺട്രീസ്. അപ്പോൾ വ്യാപാരം എല്ലാവരെയും മികച്ചതാക്കാൻ കഴിയും. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ വ്യാപാരം 2 ആളുകളെയോ അല്ലെങ്കിൽ ആ 2 രാജ്യങ്ങളെയോ പ്രയോജനം നൽകുന്നു. അപ്പോൾ ഇതെന്ന് പറഞ്ഞ ട്രേഡ് ഓഫ് എന്ന് പറഞ്ഞ വ്യാപാരം എന്ന് പറഞ്ഞ ആ ഒരു ചെയ്യുന്ന ആ ഒരു ഇൻഡിവിജ്വൽ ആളിന് മാത്രമല്ലല്ലേ യൂസ്ഫുൾ ആവല്, ആ ഒരു രാജ്യത്തെ അല്ലെങ്കിൽ ആ ഒരു ഗ്രൂപ്പ് ആളുകൾക്ക് തന്നെ ആ ഒരു ഇതിൻ്റേതായ മെച്ചമുണ്ടാവും എന്നാണ് പറയുന്നത്. ഇനി റൈദർ ദെൻ ബീയിങ് സെൽഫ് സഫിഷ്യൻറ്റ്. അപ്പം സ്വയം പര്യാപ്തമാകുന്നതിന് പകരം മറ്റുള്ളവർക്കും എന്ത് ചെയ്യും, അതുകൊണ്ട് ഉപകാരം ഉണ്ടാവും എന്നാണ് പറയുന്നത്. പീപ്പിൾ ക്യാൻ ഫെസിഫൈഡ് ഇൻ പ്രൊഡക്റ്റിംഗ് ദ ഗുഡ്സ് ആൻഡ് സർവീസ് ആൻഡ് എക്സ്ചേഞ്ച് ഇറ്റ് ഫോർ അതർ ഗുഡ്സ്. അപ്പോൾ സ്വയം പര്യാപ്തമാകുന്നതിന് പകരം ആളുകൾക്കൊരു ചരക്കുകളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കാനും മറ്റ് ചരക്കുകൾക്കായി വിനിമയം ചെയ്യാനും കഴിയും. അതായത് ഇപ്പോൾ ആളുകൾക്ക് ചരക്കുകളൊക്കെ സാധനങ്ങളൊക്കെ അപ്പം അങ്ങോട്ട് കയറ്റുമതി ചെയ്ത് കണ്ട് ഓൾക്ക് സഹായിക്കാനും അതേപോലെ ആ മറ്റ് രാജ്യങ്ങളും കാര്യങ്ങളും ഒക്കെ കമ്മ്യൂണിക്കേഷൻ നടത്താനും എല്ലാം പറ്റുമെന്നാണ് ഇവിടെ പറയുന്നത്. Countries as well as families benefit from the ability to trade with one another. അതായത് ഈ കൺട്രീസിനും അതേപോലെ ഫാമിലീസിനൊക്കെയാണ് ആ ഒരു വ്യാപാരത്തിൻ്റെ ബെനിഫിറ്റ് കിട്ടുന്നത്. ഇവിടെ ഫാമിലീസ് ഉദ്ദേശിക്കുന്നത് ഓരുടെ ഫാമിലി മാത്രമല്ല, നമ്മുടെ രാജ്യത്തിലെ ഓരോ കൂട്ടം ആളുകളുണ്ടല്ലോ, അവരെയൊക്കെയാണ് ഈ ഫാമിലീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. പിന്നെ അതേപോലെ കൺട്രീസ് ഗെറ്റ് ബെറ്റർ പ്രൈസ് ഫ്രം അബോർഡ് ഫോർ ദ ഗുഡ്സ് ദേ പ്രൊഡ്യൂസ്. അതായത് നമ്മൾ കയറ്റുമതി ചെയ്യുന്ന ഓരോ സാധനത്തിനും അവിടുന്ന് നല്ല പ്രൈസ് എന്ന് പറഞ്ഞാൽ നല്ല വില കിട്ടും. ഇപ്പം നമ്മളൊരു നെല്ലുണ്ടാക്കി, ഇപ്പോൾ പറയുകയാണെങ്കിൽ നമ്മൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ചൈനക്കാർ
നെല്ല് ഉൽപാദനം വളരെ കുറവാണ്. നമ്മുടെ നാട്ടില് നെല്ല് നല്ലോണം ഉണ്ടാവുമെന്ന് വിചാരിച്ചോ. അപ്പം നമ്മൾ ഇവിടുന്ന് കയറ്റുമതി അങ്ങോട്ട് ചെയ്യുമ്പോൾ അവിടുന്ന് ഇങ്ങോട്ട് നല്ല പ്രൈസ് എന്ന് പറഞ്ഞാൽ നല്ല വിലക്കായിരിക്കും ഓല് സാധനം മേടിച്ചത്. കാരണം അവിടെ സാധനം കുറവാണല്ലോ. അപ്പം ആ ഒരു റിലേഷനും കാര്യങ്ങളൊക്കെ ആട്ടോ ഇവിടെ പറയുന്നത്. പിന്നെ അതേപോലെ കൺട്രീസ് ബൈ അതർ ഗുഡ്സ് മോർ ചീപ്ലി ഫ്രം അബോർഡ് ദാൻ വുഡ് ബി പ്രൊഡ്യൂസ് ഇറ്റ് ഹോം. അപ്പം അതുപോലെ തന്നെ നമുക്കിപ്പോൾ നല്ല വില കുറഞ്ഞ സാധനങ്ങളൊക്കെ നമ്മൾ മറ്റു രാജ്യങ്ങളിൽ നിന്ന് ഇങ്ങോട്ട് സാധനങ്ങൾ വാങ്ങാനും പറ്റും എന്നാണ് പറഞ്ഞത്. കാരണം മറ്റു രാജ്യങ്ങൾ കുറേയില്ല സാധനം നമ്മൾ ഇങ്ങോട്ട് മേടിച്ചുമ്പോൾ നമുക്ക് റേറ്റ് കുറഞ്ഞ സാധനം കിട്ടുമെന്നാണ് പറഞ്ഞത്. ഇങ്ങനത്തെ ആ ഒരു റിലേഷനും കാര്യങ്ങളും അങ്ങനത്തെ ഇതൊക്കെയാണ് നമ്മൾ ട്രേഡ് ക്യാൻ മേക്ക് എവരി വൺ ബെറ്റർ ഓഫിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ അപ്പോൾ ഇന്ത്യയിൽ അരിയുടെ വില എന്ന് പറഞ്ഞാൽ 200 രൂപയാണ്. ഗോതമ്പിൻ്റെ വില എന്ന് പറഞ്ഞാൽ 50 രൂപയാണ്. പക്ഷെ നേപ്പാളിൽ 1 കിലോ അരിക്ക് എന്ന് പറഞ്ഞാൽ 100 രൂപയും അതേപോലെ ഗോതമ്പിൻ്റെ വില എന്ന് പറഞ്ഞാൽ 150 രൂപയുമാണ്. അപ്പോൾ നമ്മൾ ഇതിന് വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ നെല്ല് എന്ന് പറഞ്ഞ സംഭവമുള്ള അരി നമ്മൾ ഇറക്കുമതി നേപ്പാളിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരാണല്ലേ. അതുകൊണ്ടാണ് ഇവിടെ വില കൂടുതൽ. കാരണം ഇവിടെ വല്ലാതെ കിട്ടാനില്ല. പക്ഷെ അതേപോലെ തന്നെ ഗോതമ്പിൻ്റെ വില ഇവിടെ കുറവാണ്. കാരണം നമുക്ക് ഗോതമ്പാണ് തോനല്ലതല്ലേ. അതുകൊണ്ട് നേപ്പാളിലേക്ക് അത് കയറ്റുമതി ചെയ്യുന്നത് കൊണ്ടാണ് നേപ്പാളിൽ ആ ഒരു വില കൂടിയത്. ആ ഒരു റിലേഷനാണ് ഇവിടെ നടക്കുന്നത്. കാരണം നമ്മൾ കാരണം എല്ലാം നമ്മളെ രാജ്യത്ത് ചെയ്യാന്ന് പറഞ്ഞാൽ നടക്കുന്ന സംഭവമല്ലല്ലോ. നമ്മൾ ഒക്കെ സപ്പോർട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്താൽ മാത്രമല്ലേ നമുക്ക് എല്ലാം യൂസ്ഫുൾ ആയിക്കാണ് നല്ല ഈസിയിൽ സംഭവം നടക്കുമല്ലോ. അപ്പോൾ ആ ഒരു കാര്യമാണ് ഇവിടെ ട്രേഡ് ഓഫിൽ ഈ ഒരു 5ാമത്തെ പ്രിൻസിപ്പിൾ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഹെൽപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്താൽ മാത്രമേ നമ്മുടെ ആ ഒരു വ്യാപാരം നല്ല രീതിയിൽ നമ്മുടെ രാജ്യം നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയുള്ളൂ എന്ന് പറയുന്നത്. അപ്പോൾ മറ്റൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ സപ്പോസ് ഇസ് ടേക്ക് സ്പാനിഷ് വർക്കേഴ്സ് ലെസ് ടൈം ടു മേക്ക് ക്ലോത്ത്സ് ദെൻ ഫ്രഞ്ച് വർക്കേഴ്സ്. അപ്പോൾ ഫ്രഞ്ച് വർക്കേഴ്സിനേക്കാളും കുറഞ്ഞ ടൈം മാത്രമാണ് സ്പാനിഷ് വർക്കേഴ്സ് ഒരു ഡ്രസ്സ് ഉണ്ടാക്കാൻ ഒരു ടൈം എന്ന് പറഞ്ഞത് അല്ലേ. അപ്പോൾ ഫ്രഞ്ച് വർക്കേഴ്സ് ക്യാൻ മേക്ക് വൈൻ മോർ എഫിഷ്യൻ്റ്ലി ദെൻ സ്പാനിഷ് വർക്കേഴ്സ്. പക്ഷേ ഫ്രഞ്ച് വർക്കേഴ്സിന് കഴിവെന്താ ചോദിച്ചാൽ നന്നായിക്കാണ്ട് കാര്യക്ഷമമായി ഒരു വൈൻ ഉണ്ടാക്കാൻ സ്പാനിഷ് വർക്കേഴ്സിനേക്കാളും ഓൾക്ക് പറ്റും. അപ്പോൾ ദെൻ സ്പെയിൻ ആൻഡ് ഫ്രാൻസ് ക്യാൻ ബോത്ത് ബെനഫിറ്റ് ഇഫ് സ്പാനിഷ് വർക്കേഴ്സ് പ്രൊഡ്യൂസ് ഓൾ ദ ക്ലോത്ത്സ് ആൻഡ് ഫ്രഞ്ച് വർക്കേഴ്സ് പ്രൊഡ്യൂസ് ഓൾ ദ വൈൻ. അപ്പോൾ സ്പെയിനിലെ തൊഴിലാളികൾ എല്ലാ വസ്ത്രങ്ങളും ഫ്രഞ്ച് തൊഴിലാളികൾ മുഴുവൻ വീഞ്ഞും ഉണ്ടാക്കുകയും അവർ വസ്ത്രങ്ങൾക്കായി അപ്പോൾ അതായത് വൈന് കൈമാറ്റം ചെയ്യുകയും ചെയ്താൽ സ്പാനിനും ഫ്രാൻസിനും യൂസ്ഫുൾ ആവല്ലേ. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്താൽ നമുക്ക് കുറച്ചും കൂടി ഈസി ആവും കാര്യങ്ങൾ. കാരണം ഒരു രാജ്യത്തിന് വസ്ത്രം ഉണ്ടാക്കാൻ സുഖമാണ്, മറ്റേ രാജ്യത്തിന് വൈൻ ഉണ്ടാക്കാനാണ് സുഖം. അപ്പോൾ രണ്ടാൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്താൽ നമുക്ക് അവിടെ ആ ടൈം ലാഭമാണ്. അപ്പോൾ ആ ഒരു സംഭവമാണ് ഇതിൽ പറയുന്നത്. അപ്പം ഇതിലെന്താ ഉദ്ദേശിക്കുന്നത്, അപ്പം ഈ 6ാമത്തെ പ്രിൻസിപ്പിൾ എന്താ ഉദ്ദേശിക്കുന്നത് ചോദിച്ചാൽ നമ്മളൊരു കാര്യം അപ്പം നമ്മളെ കൊണ്ട് പെട്ടെന്ന് പറ്റണമെങ്കിൽ രാജ്യങ്ങൾ തമ്മിൽ അല്ലെങ്കിൽ ആ ഒരു രണ്ടാൾക്കാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ കൈമാറിയാൽ മാത്രമേ ആ സംഭവം പെട്ടെന്ന് നടക്കുള്ളൂ എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത പ്രിൻസിപ്പിളിലേക്ക് പോവാം. ഇനി 6ാമത്തെ പ്രിൻസിപ്പിളാണ് മാർക്കറ്റ്സ് ആർ യൂഷ്വലി എ ഗുഡ് വേ ടു ഓർഗനൈസ് എക്കണോമിക് ആക്ടിവിറ്റി. അതായത് വിപണികൾ സാധാരണയായി സാമ്പത്തിക പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നതിനുള്ള ഒരു നല്ല മാർഗമാണ്. അതായത് ഇവിടെ ചുരുക്കി പറയുകയാണെങ്കിൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താ ചോദിച്ചാൽ നമ്മുടെ ഒരു ഷോപ്പ്, ഇപ്പം നമ്മുടെ സ്ഥലത്തിൽ ഏത് ഷോപ്പ് ആയിക്കോട്ടെ ആ ഒരു സംഭവത്തിൽ നിന്ന് നമുക്ക് നല്ല വരുമാനം കിട്ടുമല്ലേ. അപ്പം ചിലവർക്ക് നഷ്ടമായിരിക്കും, ചിലവർക്ക് ലാഭമായിരിക്കും. ആ ഒരു സംഭവമാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നല്ലൊരു വേ ആണ് മാർക്കറ്റ്സ് എന്ന് പറഞ്ഞാൽ. കാരണം നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് നമുക്കൊരു ഷോപ്പ് ഇട്ടുകാണ്ട് നമ്മളുടെ ഇഷ്ടം പോലെ നമുക്കത് ഡെവലപ്പ് ചെയ്തുകാണ്ട് കൊണ്ടുവരാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഇനി നമുക്ക് വിശദമായി കണ്ട് നോക്കാം.
അല്ലാസ്. അപ്പം നീഡ് നോട്ട് ബി ഇൻ എ സിംഗിൾ ലൊക്കേഷൻ. അപ്പം അതായത് വാങ്ങുന്നവരുടെയും വിൽക്കുന്നവരുടെയും ഒരു കൂട്ടമാണ് മാർക്കറ്റ് എന്ന് പറയുന്നത്. ഒറ്റ സ്ഥലത്ത് ആയിരിക്കണമെന്നില്ല. അതായത് ഒരു ഷോപ്പ് എന്ന് പറഞ്ഞാൽ അപ്പം ഒരു സ്ഥലത്ത് മാത്രമല്ല എല്ലാ സ്ഥലത്തും ഉണ്ടാവല്ലേ. എല്ലാ സ്ഥലത്തും ഇപ്പം നമ്മൾ പോണ വഴിയിലൊക്കെ ഷോപ്പ് ഉണ്ടല്ലേ. അപ്പോൾ ആ ഒരു ഷോപ്പിൽ എന്ന് പറഞ്ഞാൽ വാങ്ങാനും ഉണ്ടാവും അതേപോലെ വിൽക്കാനും ഉണ്ടാവും. ആ ഒരു എന്താണ് ആ ഒരു എന്താണ് റിലേഷനാണ്. ഇപ്പം ആളുകൾക്കായാലും ഇപ്പം ഇന്ന ഷോപ്പില് നമുക്ക് അറിഞ്ഞിട്ടല്ലായിരിക്കും ചില ഷോപ്പിലൊക്കെ കേറലല്ലേ. അപ്പൊ അതിലൂടെ നമുക്കൊരു റിലേഷൻ ഉണ്ടാവാണ് ചെയ്യുന്നത്. അപ്പം ഓർഗനൈസ് എക്കണോമിക് ആക്ടിവിറ്റി മീൻസ് ഡിറ്റർമൈനിങ്. അപ്പോൾ സാമ്പത്തിക പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുക എന്നാൽ നിർണ്ണയിക്കുക എന്നാണ്. അപ്പം അതായത് നമുക്ക് പറയാൻ പറ്റൂലല്ലേ ഇന്ന ദിവസം ഇത്രയൊക്കെ വരുമാനം നമുക്ക് ഉണ്ടാവുന്നതൊക്കെ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും വിചാരിക്കാൻ പറ്റാത്ത കാര്യമായിരിക്കും. ചിലപ്പോൾ നഷ്ടമായിരിക്കും ഉണ്ടാവുക, ചിലപ്പോൾ ലാഭമായിരിക്കും ഉണ്ടാവുക. അപ്പം എങ്ങനെയാണ് ഒരു മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്ത് സാധനങ്ങളാണ് ഉൽപ്പാദിപ്പിക്കേണ്ടത്, വാട്ട് ഗുഡ്സ് അബൌട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ് ദം, ഹൗ മച്ച് ഓഫ് ഈച്ച് ടു പ്രൊഡ്യൂസ്, ഹൂ ഗെസ് ദം. അപ്പം അതായത് അപ്പം എന്ത് സാധനങ്ങളാണ് ഉൽപ്പാദിപ്പിക്കേണ്ടത്, അവ എങ്ങനെ ഉൽപ്പാദിപ്പിക്കാം, ഓരോന്നിനും എത്രമാത്രം ഉൽപ്പാദിപ്പിക്കണം, ആർക്കാണ് അവ ലഭിക്കുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ തീരുമാനിച്ചിട്ട് വേണമല്ലോ നമ്മളൊരു മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ. ഇനി അടുത്ത പോയിന്റ്, a market economy allocates resources through the decentralized decisions of many households and firms as they interact in markets. അതായത് ഒരു കമ്പോള സമ്പദ് വ്യവസ്ഥ മാർക്കറ്റിൽ ഇടപഴകുമ്പോൾ പല കുടുംബങ്ങളുടെയും സ്ഥാപനങ്ങളുടെയും അപ്പോൾ കേന്ദ്രമായ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട തീരുമാനങ്ങളിലൂടെയാണ് സാധനങ്ങൾ വാങ്ങുന്നതല്ലേ. അപ്പം ഇന്നത് എന്ന് പറഞ്ഞാണ്ട് ഇപ്പം ഓരോ കുടുംബത്തിനും ഇന്നത് എന്ന് സാധനം മേടിച്ചാൽ വിചാരിച്ചാൽ മാത്രമല്ല ആ സാധനം വാങ്ങൽ അല്ലേ. അപ്പോൾ ആ ഒരു സംഭവമാണ് ഇവിടെ പറയണത്. അല്ലാതെ എല്ലാ സാധനവും നമ്മളെപ്പോഴും വാങ്ങൂല. നമ്മൾ എന്താണ് വിചാരിച്ചത് നമുക്ക് എന്താ ആവശ്യം ആ സാധനമായിട്ട് നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങുക. അപ്പോൾ the decisions is taken by the decisions of millions of firms and household. അപ്പോൾ ദശലക്ഷക്കണക്കിന് സ്ഥാപനങ്ങളുടെയും കുടുംബങ്ങളുടെയും തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നത് അല്ലേ. അതായത് ഒരു സ്ഥാപനത്തിൽ എങ്ങനെയാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോവുക, അല്ലെങ്കിൽ എന്തൊക്കെ സാധനങ്ങൾ ഇതിലേക്ക് വെക്കണം, കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ആ ഒരു മാർക്കറ്റിൽ ആ ഒരു വ്യക്തിയാണ്. പക്ഷേ ആ വാങ്ങുന്നവരാരാണ്, അതാണ് ഇവിടെ ഹൗസ് ഹോൾഡർ ഉദ്ദേശിക്കുന്നത്, ആ കുടുംബങ്ങളെ. അപ്പോൾ ആരാണ് വാങ്ങാൻ വരുന്നവർ, അവരാണ് തീരുമാനിക്കുന്നത് എന്ത് വാങ്ങണം. ഇപ്പോൾ ഈ വിൽക്കണ സാധനത്തിന് എല്ലാം ഒരാളൊന്നും മേടിച്ചില്ലല്ലോ, അതിൽ എന്തൊക്കെയാണ് ആവശ്യമുള്ളത് അതൊക്കെ മേടിച്ചത് ആവശ്യക്കാർ വന്നാണ്ട് എന്ത് വാങ്ങണം കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ആ ഹൗസ് ഹോൾഡർ, അതായത് ഓരോ കുടുംബങ്ങളും കാര്യങ്ങളൊക്കെ ആണ് എന്നാണ് പറയണത്. ഇനി പ്രൈസസ് ആൻഡ് സെൽഫ് ഇൻട്രസ്റ്റ് ഗ്രേഡ് ദെയർ ഡിസിഷൻസ്. അതായത് ഇപ്പോൾ ഓരോ ഷോപ്പിലും ഇന്ന സാധനത്തെ റേറ്റും കാര്യമൊക്കെ തീരുമാനിക്കൽ, ആ ഒരു ഡിസിഷൻ ഇൻട്രസ്റ്റ് കൊടുക്കൽ ആ ഒരു ഷോപ്പിൽ ആ ഒരു വ്യക്തിയാണ്. അപ്പം മാർക്കറ്റ് എക്കണോമിക്സ് ഹാവ് proven remarkably successful in organized economic activity to promote overall economic well-being. അതായത് മാർക്കറ്റിൽ നമ്മളുടെ സക്സസ്ഫുൾ ആവണമെങ്കിൽ നമ്മൾ നന്നായിക്കണ്ട ആക്ടിവിറ്റി നല്ല രീതിയിൽ നമ്മൾ പെർഫോം ചെയ്താൽ മാത്രമേ നല്ല രീതിയിൽ ആ ഒരു മാർക്കറ്റ് മുന്നോട്ട് പോവുകയുള്ളൂ എന്നാണ് പറയുന്നത്. ഇനി നമുക്കൊരു ഡെഫിനിഷൻ നോക്കാം. അപ്പോൾ ഫേമസ് ഇൻസൈൻ വൈ ആദം സ്മിത്ത് ഇൻ ദ വെൽത്ത് ഓഫ് നേഷൻസ്. Each of these households and firms acts as if led by an invisible hand to promote general economic well-being. അപ്പോൾ വെൽത്ത് ഓഫ് നേഷനിൽ ആദം സ്മിത്തിൻ്റെ പ്രസിദ്ധമായ ഒരു ഇൻസൈനാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ പൊതുവായ സാമ്പത്തിക ക്ഷേമം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഹൗസ് ഹോൾഡർ അതേപോലെ ഫേംസും അദൃശ്യമായ ഒരു കൈ നയിക്കുന്നത് പോലെയാണ് പ്രവർത്തിക്കുന്നത്. അതായത് ഇവിടെ എന്തുകൊണ്ടാണ് ഇൻസൈൻ ഹാൻഡ് എന്ന് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമ്മൾ ആ ഒരു ബന്ധം അല്ലെങ്കിൽ ഇൻട്രാക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, ആ ഒരു കേശ് എന്ന് പറഞ്ഞാൽ അതായത് ഒരു വില, ആ ഒരു പൈസ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറിക്കാണ്ടാണല്ലേ. അതാണ് ഇവിടെ അദൃശ്യമായ കൈകൾ എന്ന് പറഞ്ഞത്. കാരണം നമ്മളൊരു സാധനം മേടിച്ചു
കസ്റ്റമർ നമ്മൾ ആരാന്നും കൂടി നമുക്കറിയില്ല ഇന്ന വ്യക്തി. എന്നാലും നമ്മൾ അത് മേടിച്ച സാധനത്തിൻ്റെ റേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുകയാണല്ലേ. അപ്പോൾ അതാണ് ഇൻവിസിബിൾ ഹാൻഡ് എന്നിവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് ഇൻവിസിബിൾ ഹാൻഡ് വർക്ക് ഡ്രോ ദ പ്രൈസ് മെക്കാനിസം, അതായത് ഒരു സംവിധാനത്തിലൂടെയാണ് അദൃശ്യമായ കൈ പ്രവർത്തിക്കുന്നത്. അതായത് നമ്മൾ പൈസ അങ്ങോട്ടും ഇങ്ങോട്ടും വാങ്ങലും കൊടുക്കലും ആണല്ലേ ഒരു ബിസിനസ് എന്ന് പറയുന്നത്. അത് നമ്മൾ ആ ഒരു സംഭവത്തിനാണ്. കാരണം നമ്മൾ ഒരാൾ അറിയാതെയാണ് നമ്മൾ പൈസ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്നതല്ലേ. അപ്പോൾ അത് എന്ന് പറഞ്ഞാൽ അവിടെയാണ് നമ്മൾ ആ ഒരു ഇൻട്രാക്ട് ചെയ്യുന്നത്. ആ ഒരു സംഭവത്തിനെയാണ് ഇവിടെ ഇൻവിസിബിൾ ഹാൻഡ് എന്ന് പറയുന്നത്. ഇനി പ്രൈസ് മെക്കാനിസം റെഫേഴ്സ് ടു ദ ഇൻട്രാക്ഷൻസ് ഓഫ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് ടു ഡിറ്റർമൈൻ പ്രൈസസ്. അപ്പോൾ നിശ്ചയിക്കാൻ വാങ്ങുന്നവരുടെയും വിൽക്കുന്നവരുടെയും ഇടപെടലിനെ വില സംവിധാനം സൂചിപ്പിക്കുന്നു. അതായത് അപ്പം പ്രൈസ് മെക്കാനിസം എന്ന് പറഞ്ഞാൽ ആ ഒരു ബയ്യേഴ്സും അതേപോലെ സെല്ലേഴ്സും അതായത് വാങ്ങുന്ന ആളുടെ വിൽക്കുന്നയാളുടെ തമ്മിലൊരു ഇൻട്രാക്ഷനെയാണ്, അതായത് ഒരു പ്രൈസ് കൊണ്ട് കണക്ട് ചെയ്തിരിക്കുന്നത്. അതിനെയാണ് പ്രൈസ് മെക്കാനിസം എന്ന് പറയുന്നത്. ഇനി ഏഴാമത്തെ പ്രിൻസിപ്പിളാണ് ഗവൺമെൻറ്സ് ക്യാൻ സംടൈംസ് ഇംപ്രൂവ് മാർക്കറ്റ് ഔട്ട്കംസ്. അപ്പോൾ ഗവൺമെൻറ്റുകൾക്ക് ചിലപ്പോൾ മാർക്കറ്റ് ഔട്ട്കംസ് മെച്ചപ്പെടുത്താൻ കഴിയും. ഗവൺമെൻറ് എൻഫോഴ്സ് പ്രോപ്പർട്ടി റൈറ്റ്സ്. അപ്പോൾ സർക്കാർ സ്വത്തവകാശം നടപ്പിലാക്കുക. അപ്പോൾ നമുക്ക് ഏതൊരു നമ്മൾ ഷോപ്പ് ഇടാണെങ്കിലും നമ്മുടെ സ്വന്തമായ ഷോപ്പ് ഉണ്ടെങ്കിൽ എന്ത് വേണം, അപ്പോൾ സർക്കാർ ആ ഒരു ഗവൺമെൻറ്റുമായിക്കാണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരു കണക്ഷൻ വേണമല്ലേ. കാരണം നമുക്ക് ആ ഒരു സ്ഥലം നമ്മളുടെ അവകാശത്തിൽ വരണമെങ്കിൽ നമുക്ക് ഗവൺമെൻറ് ഒപ്പും കാര്യമൊക്കെ വേണം. അതാണ് ആ ഒരു ഹെൽപ്പാണ് നമ്മൾ ഗവൺമെൻറ് അടുത്ത് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ എൻഫോഴ്സ് റൂൾസ് ആൻഡ് മെയിൻറ്റെയിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ദാറ്റ് ആർ ദ കീ ടു എ മാർക്കറ്റ് എക്കണോമി. അപ്പോൾ മാർക്കറ്റ് എക്കണോമി പ്രധാനമായ നിയമങ്ങൾ നടപ്പിലാക്കുകയും സ്ഥാപനങ്ങൾ പരിപാലിക്കുകയും ചെയ്യുക. അപ്പോൾ ഗവൺമെൻറ് ചെയ്യുന്നത് നമ്മുടെ ആ നിയമങ്ങളും കാര്യങ്ങളൊക്കെ കറക്റ്റ് രീതിയിലാക്കുകയും ആ ഒരു സ്ഥാപനം കറക്റ്റ് ലെവലിലാക്കാൻ വേണ്ടി നമ്മുടെ പേരിലാക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യൽ ആരാണ്, ഗവൺമെൻറ്റാണ്. അപ്പോൾ പീപ്പിൾ ആർ ലെസ് ലിങ്ക്ഡ് ടു വർക്ക്, പ്രൊഡ്യൂസ്, ഇൻവെസ്റ്റ് ഓർ പർച്ചേസ് ഇഫ് ലാർജ് റിസ്ക് ഓഫ് ദെയർ പ്രോപ്പർട്ടി ബീങ് സോളൻ. അപ്പോൾ തങ്ങളുടെ സ്വത്ത് മോഷ്ടിക്കപ്പെടാനുള്ള വലിയ അപകട സാധ്യതയുണ്ടെങ്കിൽ ആളുകൾ ജോലി ചെയ്യുന്നതിനോ ഉൽപ്പാദിപ്പിക്കുന്നതിനോ നിക്ഷേപിക്കുന്നതിനോ വാങ്ങുന്നതിനോ ഉള്ള ആ ഒരു ചാൻസ് അവിടെ കുറയാണ്. ഇപ്പോൾ മറ്റുള്ളവർ നമ്മളുടെ സാധനം എടുക്കും, അല്ലെങ്കിൽ നമുക്കുള്ള സ്വന്തമല്ല തോന്നിയാൽ നമുക്ക് ആ ഒരു അവിടെ ജോലി ചെയ്യാനും സാധനം വിൽക്കാനും കാര്യത്തിലും നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവില്ലല്ലേ. ഇപ്പം നമ്മളുടെ പേരിലാണ്, നമ്മുടെ സ്വന്തമാണെങ്കിൽ നമുക്ക് എല്ലാം ചെയ്യാൻ നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും അല്ലേ. അപ്പോൾ അത് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഗവൺമെൻറ്റാണ്. ഇനി ഗവൺമെൻറ് പ്രൊമോട്ട് എഫിഷ്യൻസി എന്തൊക്കെയാന്ന് നോക്കാം. അവോയ്ഡ് മാർക്കറ്റ് ഫോൾസ്, അപ്പം അതായത് അപ്പോൾ മാർക്കറ്റ് പരാജയങ്ങൾ ഒഴിവാക്കുക. സ്വന്തമായി അവശേഷിക്കുന്ന വിപണി വിഭവങ്ങൾ കാര്യക്ഷമമായി വിനിയോഗിക്കുന്നതിൽ പരാജയപ്പെടുക. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ആ ഒരു ബിസിനസ്സിൽ നല്ല രീതിയിൽ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാൻ നിൽക്കുമ്പോൾ നമ്മൾ അതിനെ പരാജയപ്പെടുന്നതിനെയാണ് മാർക്കറ്റ് ഫോഴ്സ് എന്ന് പറഞ്ഞത്. ഇനി എക്സ്റ്റേർണാലിറ്റി എന്ന് പറഞ്ഞാൽ പ്രൊഡക്ഷൻസ് ഓർ കൺസംഷൻസ് ഓഫ് എ ഗുഡ് ആഫെക്ഷൻസ് വൈ സ്റ്റാൻഡേർഡ്സ്. അതായത് അപ്പം ഒരു വസ്തുവിൻ്റെ ഉൽപ്പാദനം അല്ലെങ്കിൽ ഉപഭോഗം കാഴ്ചക്കാരെ ബാധിക്കും. കാരണം ഉദാഹരണം പറയുകയാണെങ്കിൽ പൊല്യൂഷൻ. ഇപ്പോൾ നമ്മളൊരു ബിസിനസ് നടത്തിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ആ ടൈം നമ്മളുടെ ആ ഒരു വൃത്തിയും കാര്യം, ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം, ഒരു ഹോട്ടൽ നല്ല ഫുഡാണ്, നല്ല ടേസ്റ്റി ഫുഡാണ് വിചാരിച്ചോ. പക്ഷെ ഒരു വൃത്തിയും കാര്യങ്ങളും ഒന്നും ഇല്ലെങ്കിൽ എന്താവുക, ആ ഒരു ഫുഡ് ആർക്കും വേണ്ടി വരില്ല അല്ലേ. അപ്പം അതൊക്കെ നോക്കുന്നത് കാര്യങ്ങളൊക്കെ കാരണം ഗവൺമെൻറ് ഒക്കെ നോക്കുമല്ലേ, ചെക്ക് ചെയ്യുമല്ലേ, വൃത്തിയുണ്ടോ കാര്യങ്ങളൊക്കെ ഗവൺമെൻറ് നോക്കും. ഇനി അടുത്തതാണ് മാർക്കറ്റ് പവർ. എ സിംഗിൾ ബയേഴ്സ് ഓർ സെല്ലേഴ്സ് ഹാസ് സസ്റ്റൈൻലി അപ്പോൾ ഇൻഫ്ലുവൻസ് ഓർ മാർക്കറ്റ് പ്രൈസ്. അതായത് അപ്പം മാർക്കറ്റ് പവർ എന്ന് ഉദ്ദേശിക്കുക ഒരൊറ്റ വാങ്ങുന്നയാൾ അല്ലെങ്കിൽ വിൽക്കുന്നയാൾക്ക് വിപണി വിലയിൽ കാര്യമായ സ്വാധീനമുണ്ട്. അതായത് ഇപ്പോൾ ഒരു സാധനത്തിന് വില പെട്ടെന്ന് കൂടി, അപ്പോൾ നമ്മൾക്ക് ആ ഒരു സാധനം വാങ്ങാൻ അവിടെ താല്പര്യം കുറയുമല്ലേ.
അപ്പൊ ഉദാഹരണം പറയുകയാണെങ്കില് നമുക്കിപ്പോ ഇപ്പൊ വെജിറ്റബിളിനൊക്കെ റേറ്റ് കൂടി. അതുകൊണ്ട് തന്നെ നമുക്കിപ്പോ ഓരോ വീട്ടിലും കുറച്ച് സാധനമായിരിക്കും ആൾക്കാര് മേടിച്ചിട്ടുണ്ടാവുക. അപ്പം അതാണ് ഇവിടെ മാർക്കറ്റ് പവർ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മുടെ നല്ലോണം അപ്പൊ ഒരു ബിസിനസ്സിൽ നല്ല നമ്മള് ഇമ്പോർട്ടന്റ് ആക്കുന്ന ആ ഒരു ഘടകം എന്ന് പറയുന്നത് പ്രൈസ് തന്നെയാണല്ലേ. ആ ഒരു ബന്ധിപ്പിക്കണ കാര്യം അത് കൂടിയായാലും കുറഞ്ഞാലും അത് 2 പേരെയും ബയേഴ്സിനും സെല്ലേഴ്സിനും 2 പേരും ഒരേപോലെ ബാധിക്കും. അപ്പൊ ഇതാണ് ഏഴാമത്തെ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാല് എല്ലാവർക്കും ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കണു. എന്തേലും ഡൗട്ടോ കാര്യം ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കാൻ മറക്കരുത് ട്ടോ. ഇനി അടുത്ത 3 ടോപ്പിക്സ് 3 പ്രിൻസിപ്പിൾസ് അടുത്ത ക്ലാസ്സിൽ എടുത്ത് തരുന്നതാണ് ട്ടോ.